ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈറ്റ്സ് ഓഫ് ദി കിങ് സീസൺ 1 എപ്പിസോഡ് 6ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പെരമ്പൂർ സെന്റ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് അന്ന മരിയ. നമുക്ക് ഇന്നത്തെ ഈശോയുടെ മണവാട്ടി പരിചയപ്പെടാം. ഓരോ മഹത്തായ ദൈവവിളിയും ഒരു ലളിതമായ അതെ എന്ന മറുപടിയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. വിശുദ്ധ ക്ലാര സമ്പന്നമായ ജീവിതം ഉപേക്ഷിച്ച് പ്രാർത്ഥനയുടെയും ദാരിദ്ര്യത്തിന്റെയും ദൈവത്തിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തിന്റെയും ജീവിതം സ്വീകരിച്ചു. അവളുടെ മറിഞ്ഞിരുന്ന ജീവിതം കന്യാവ്രതത്തിലേക്ക് വിളിക്കപ്പെട്ട അനേകം സ്ത്രീകൾക്ക് പ്രത്യാശയുടെ ദീപസ്തംഭമായി മാറി. അവളുടെ ആ അതെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ശാന്തമായ സമർപ്പണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നഷ്ടമേതുമില്ലെനിക്ക് ജീവിതാന്തസിൽ, ശിഷ്ടജീവിതായുസിന്നിതു ജന്മ സാഫല്യം. ഇഷ്ടമാണെനിക്കെന്റെ സന്യസ്ത ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. യെസ്, സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ നിന്ന് സിസ്റ്റർ ലളിത ട്രീസിയാണ്. ഹായ് കുഞ്ഞുങ്ങളെ, സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സിസ്റ്റർ ലളിത തെരേസ. ഈ ചെന്നൈ ഹുസൂർ രൂപതയിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മാമ കന്യാസ്ത്രീയാണ് ഞാനിവിടെ വന്നിട്ട് ഏകദേശം 30 വർഷമാകാൻ പോകുന്നു. അതും 34 വർഷത്തെ അധ്യാപകവൃത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ, കേരള ബേസ്ഡ് ഒരു കോൺഗ്രിഗേഷനാണ്. 8 ലേഡീസും ചങ്ങനാശ്ശേരി രൂപതയിലെ അന്നത്തെ വികാര അപ്പസ്തോലത്തായിരുന്ന ചാൾസ് ലെവിനും ചേർന്ന് സ്ഥാപിച്ച ഒരു സന്യാസ സമൂഹമാണ് ഞങ്ങളുടേത്. ഇന്ന് 7000-ലധികം അംഗങ്ങളായി 26 പ്രൊവിൻസുകളിലായി ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു സന്യാസ സമൂഹം. 26 പ്രോവിൻസിൽ 13 പ്രോവിൻസ് കേരളത്തിലും 13 പ്രോവിൻസ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുമാണ്. 4 റീജിയനുമുണ്ട്. അതിലൊരു റീജിയൻ ആഫ്രിക്കൻ കൺട്രീസിലുമാണ്. ഞങ്ങളുടെ പ്രധാന മോട്ടോ ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് നീങ്ങുക. ദരിദ്രനും വേദനും ക്രൂശിതനുമായ ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കപ്പെട്ടവരിലേക്കും ഇറങ്ങി അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാന അപ്പസ്തോലിക പ്രവർത്തനം. ഞാൻ ഒരു അധ്യാപകൻ്റെ മകളാണ്. എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 8 മക്കളായിരുന്നു. അതിൽ 2 പേര് മരിച്ചുപോയി. ഒരാൾ എന്നെപ്പോലെ ഒരു സിസ്റ്ററാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ വൈദികരും സന്യസ്തരുമായി വിവിധ സഭകളിലായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും കാലസഭയിലുള്ള ഏക അംഗം ഞാൻ മാത്രമാണ്. എങ്ങനെയാണ് ഞാൻ കാലസഭയിൽ വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ റോൾ മോഡൽ മദർ തെരേസയാണ്. പക്ഷേ എനിക്ക് മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ ചേരാൻ സാധിച്ചില്ല. ഞാനൊരു അധ്യാപകയായിട്ട്, കോളേജ് അധ്യാപകയായിട്ടൊക്കെ നടന്നുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. എങ്കിലും അമ്മയുടെ ചൈതന്യം എനിക്ക് ഏറ്റവും ആകർഷകമായിരുന്നു. അത് ഞാൻ കണ്ടത് FCCയിലാണ്. ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കോളേജിൽ പഠിപ്പിച്ച ആളായിരുന്നെങ്കിലും അപ്പോഴൊക്കെ ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സമൂഹം പാവപ്പെട്ടവർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ എപ്പോഴും സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അതാണ് എന്നെ ഈ FCCയിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകം. ഞാൻ FCCയിൽ ചേരുന്നതിൽ എൻ്റെ അപ്പച്ചന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പേര് മാറ്റാൻ അപ്പച്ചൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് ലളിത തെരേസ എന്നുള്ള പേര് വന്നത്. അന്നത്തെ കാലത്തൊന്നും ലളിത എന്നുള്ള പേരൊന്നും സന്യാസികൾക്കുള്ള പേരല്ല.
എൻ്റെ ഫുൾ നെയിം ലളിത ടി ചാണ്ടി, ലളിത തെരേസ ചാണ്ടി എന്നുള്ളതാണ്. ആ ടി ആണ് തെരേസ ആക്കി മാറ്റിയത്. സിസ്റ്ററിന്റെ ഫാമിലിയെ കുറിച്ചും കോൺഗ്രിഗേഷനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഒത്തിരി നന്ദി സിസ്റ്റർ. സിസ്റ്ററിനോടുള്ള ആദ്യത്തെ ചോദ്യം, സിസ്റ്ററിന്റെ ദൈവവിളി സിസ്റ്റർ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? FCC തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഫ്രാൻസിസ്യൻ കാലസഭയിലാണ് ഞാൻ അംഗമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1888 സ്ഥാപിതമായ ഈ സഭയുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ മോട്ടോ തന്നെയും ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് എന്നുള്ളതാണ്. അതാണ് ചെറുപ്പത്തിലേ മുതൽ എൻ്റെയും മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം. ചെറുപ്പത്തിലെ ഒരു സിസ്റ്ററാണെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും ഒപ്പം പഠിച്ച് ഒരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹം എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പഠിച്ചും ജോലി ചെയ്തൊക്കെ നിന്ന് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സഭയിൽ ചേരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ റോൾ മോഡലായ മദർ തെരേസയെ ഞാൻ എപ്പോഴും അമ്മയുടെ ആദർശം എൻ്റെ ആപ്തവാക്യമായി സൂക്ഷിച്ചിരുന്നു. ഞാൻ മദർ തെരേസയ്ക്ക് ഒരു എഴുതിയപ്പോൾ എനിക്ക് അമ്മ അയച്ച എഴുത്തിലെ ബൈബിൾ വാചകം, വാട്ട്സോ എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ പീപ്പിൾ ദാറ്റ് യു ഡു അൺടു മീ, സെയിൻറ്റ് മാത്യു 25:40. എൻ്റെയും ഏറ്റവും ആകർഷകമായ, ഞാൻ ഏറ്റവും കാതലായി സൂക്ഷിക്കുന്ന ബൈബിൾ വചനവും അത് തന്നെയാണ്. വാട്ട്സോ എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ പീപ്പിൾ ദാറ്റ് യു ഡു അൺടു മീ. ഞാനത് ഏറ്റവും ആഴമായി കണ്ടതും FCCയിലാണ്. അതുകൊണ്ടാണ് ഞാൻ FCC എൻ്റെ ഒരു എനിക്ക് ചേരാനുള്ള ആഗ്രഹം എനിക്കുണ്ടായതും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് സിസ്റ്ററിന് ഈ കോൺഗ്രിഗേഷനിൽ ചേരാൻ പ്രേരണയായിരുന്നത്? അല്ലെങ്കിൽ ആരാണ് സിസ്റ്ററിനെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത്? FCCയുടെ കാര്യസവും മദർ തെരേസയിൽ നേടിയ പ്രചോദനവുമാണ് ഇന്നും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവോദയ മദ്രാസിലുള്ള 2 പ്രോജക്റ്റ് തുടങ്ങാൻ ഏറെ പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ചൈതന്യമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. 34 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഡോക്ടറാകണമെന്നുള്ള എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ സാക്ഷാത്കരിക്കുന്നത്. ഇന്ന് രോഗികളോടുകൂടി വേദനിക്കുന്നവരോടുകൂടി അയക്കുവാൻ, അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഒരു സന്നദ്ധത യേശു എനിക്ക് തന്നത് ഈ സന്യാസത്തിൻ്റെ കാര്യസ്ഥമായ ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്കുള്ള എന്ന പ്രചോദനവും മദർ തെരേസയിൽ നിന്ന് ലഭിച്ച പ്രചോദനവും വാട്ട്സോ എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ പീപ്പിൾ ദാറ്റ് യു ഡു അൺടു മീ എന്നുള്ള ബൈബിൾ പ്രചോദനവുമാണ്. ഇന്ന് ഞാൻ ഏറെ സന്തോഷവതിയാണ്. ഈ ജീവിത സായാഹ്നത്തിൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ സന്യാസ ജീവിതം ഏറെ സന്തോഷിച്ചും ഏറെ തൃപ്തികരവുമായി ജീവിച്ചു ആണ് കഴിയുന്നത്. ഇനിയും അത് മുന്നോട്ട് പോകാൻ അങ്ങനെ ഞാൻ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഈശോ എനിക്ക് ആവശ്യമായ പ്രചോദനവും പ്രോത്സാഹനവും തരുന്നുണ്ട്. എൻ്റെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളും എൻ്റെ കൂടെയുള്ള എല്ലാവരും അതിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്യാസ സമൂഹത്തിൽ ജീവിച്ച് ഇത് ആസ്വദിക്കുവാൻ തന്നെയാണ് ഇനിയും എൻ്റെ ആഗ്രഹം. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിന്റെ മറുപടി മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഈ ജീവിതം സിസ്റ്റർ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഈ യുവതലമുറയ്ക്ക് സിസ്റ്റർ എന്ത് ഉപദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? കുഞ്ഞുങ്ങളെ, ഭാരതത്തിലെ തന്നെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വിശുദ്ധയായ അൽഫോൻസാമ്മയും ആദ്യ രക്തസാക്ഷിയായ റാണിമരിയായും ഈ FCC ചൈതന്യം കണ്ട് സന്യാസത്തിലേക്ക് വന്ന് വിശുദ്ധരായവരാണ്. ഈ ചെന്നൈ രൂപതയിൽ നിന്ന് തന്നെ, ഹൊസൂർ രൂപതയിൽ നിന്ന് തന്നെ ഏകദേശം 6 സഹോദരിമാർ ഈ ചൈതന്യം കണ്ട് സഭയിൽ പ്രവേശിച്ച് ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതിലൊരാൾ ഡോക്ടറും സിസ്റ്റർ ക്രിസ്റ്റോ മരിയ അയനാവരം ഇടവകയിൽ നിന്നുള്ള ആളാണ്. ആ സിസ്റ്റർ ഇന്ന് ഒരു ഡോക്ടറായി ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ അന്ന ഇമ്മാനുവൽ ഞങ്ങളുടെ തന്നെ സിസ്റ്ററായ സിസ്റ്റർ അൽഫോൻസയുടെ ചൈതന്യം കണ്ട് ഷെല്ലാ മേരീസിൽ നിന്നും FCCയിലേക്ക് വന്ന ഒരു സഹോദരിയാണ്. ആ സിസ്റ്റർ ഇന്ന് കോളേജ് വിദ്യാഭ്യാസത്തിനായി ഒരു അധ്യാപികയാകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്റർ സിയന്ന പുള്ളിക്കാരത്തി നമ്മളുടെ പരമ്പൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്ററാണ്. ആ കുട്ടി ഇന്ന് നേഴ്സാവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്റർ സിനി ഒട്ടേറെ ഇടവകയിൽ നിന്നുള്ള ആളാണ്. ആ സിസ്റ്റർ ഇന്ന് ഓഫീസിൽ ഒരു ക്ലർക്കായി വർക്ക് ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി സിസ്റ്റർ അൽഫോൻസ മണലി ഇടവകയിൽ നിന്നുള്ള ആളാണ്. ആ
ആ സിസ്റ്റർ ഇന്ന് റുവാണ്ടയിൽ ഒരു വചന പ്രഘോഷകയായി വർക്ക് ചെയ്യുന്നു. ഇത് ഞാൻ എടുത്തു പറഞ്ഞത് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കും. ആഗ്രഹമുണ്ടോ? FCCയിൽ ചേർന്ന് ഒരു സന്യാസിനിയായി FCCയിൽ തന്നെ ഉൾക്കൊണ്ട് പാവപ്പെട്ടവരിലേക്കും ആവശ്യത്തിലിരിക്കുന്നവരേക്കും ഇറങ്ങി അവർക്ക് സേവനം ചെയ്യാൻ, അങ്ങനെ ഈശോയുടെ ഇഷ്ടപ്പെട്ട മക്കളായി മാറുവാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? വരൂ, നമുക്കും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാം. സിസ്റ്ററിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിൽ ഒത്തിരി നന്ദി സിസ്റ്റർ. I hope you all are inspired and motivated. Now let me welcome Nehtania from Mugapar for the prayer. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യാവൃതയുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി പാപിയായ ഞാൻ അങ്ങേ ദയാപൂർവം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. Thank you, Nehtania, for your lovely prayer. I hope all of you enjoyed today's show. Let's meet again tomorrow for another Bride of the King. Until then, it's Anna signing off. Thank you.